വെൽക്കം ടു ഈസി ഇഗ്നോ. നമ്മൾ ഫസ്റ്റില് കുറെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറഞ്ഞു പോയല്ലേ പെർസ്പെക്റ്റീവ്സിനെ കുറിച്ച്. ഇനി ആ ഓരോ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. സോഷ്യോളജി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സോഷ്യോളജിയിൽ സോഷ്യോളജിക്കൽ തോട്ട് എന്ന മൊഡ്യൂളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അതേപോലെ ആ സോഷ്യോളജിക്കൽ തോട്ടിൽ ഒരുപാട് പെർസ്പെക്റ്റീവ്സ് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ക്ലാസ് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കിട്ടാണ്ട് പോകും. കാരണം ആ ഒരു ക്ലാസ്സിലെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഓരോ പെർസ്പെക്റ്റീവിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അതിൽ ഓരോ പെർസ്പെക്റ്റീവും എടുത്തു പറയുന്നതാണ്. ജസ്റ്റ് അതൊന്ന് റെഫർ ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. എവല്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താ, ഒരു ബയോളജിക്കൽ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു എംബ്രിയോ പല പല സ്റ്റേജസിലൂടെ കടന്ന് ഒരു ഹ്യൂമൻ ബീയിങ് ആകുന്നത് പോലെയാണ് ഒരു സൊസൈറ്റി അല്ലെ. പല പല സ്റ്റേജസിലൂടെ കടന്ന് ഒരു സൊസൈറ്റി എന്ന രീതിക്ക് വന്ന് നിൽക്കുവാണ്. എന്നിട്ടും അതവിടെ നിൽക്കുവാണോ? അല്ല, വീണ്ടും അത് ഡൈനാമിക് ആണ് അല്ലെ. സൊസൈറ്റി വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ മതി ഞാൻ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജ് അല്ല. പല കാര്യങ്ങളിലും ഇന്നും സൊസൈറ്റി പല രീതിക്കും ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും നല്ല പ്രൊപ്പോണന്റ് ആയ ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞത്, സ്പെൻസർ എപ്പോഴും ഒരു ബയോളജിക്കൽ ഓർഗാനിസവുമായിട്ടാണ് നമ്മുടെ സൊസൈറ്റിയെ കമ്പയർ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അതായത് ഓരോ ലെവലിലും അവരുടെ ഇറ്റ്സ് ഓൺ രീതിക്കാണ് ഒരു എംബ്രിയോ വളർന്നു വരുന്നത്. അതിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല, എൻവയോൺമെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലാതെ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും വരുന്നില്ല. പക്ഷേ സൊസൈറ്റിയുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല. സൊസൈറ്റി പല പല എക്സ്റ്റേണൽ ഫോഴ്സസിലൂടെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത്. അത് നമുക്ക് പറയാം. ഫസ്റ്റ് നമുക്ക് ആദ്യം ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. അതായത് ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറും എവല്യൂഷൻ അല്ല, സോഷ്യൽ എവല്യൂഷൻ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഈ സോഷ്യൽ എവല്യൂഷൻ എന്നൊരു കൺസെപ്റ്റ് മെയിൻലി പറയുന്നത് ഹൗ സൊസൈറ്റി ചേഞ്ചസ്, എങ്ങനെ ചേഞ്ചസ് ഉണ്ടാവുന്നു, മാത്രമല്ല പോസിബിലിറ്റി ഓഫ് ചേഞ്ചസ്, എങ്ങനെയൊക്കെ ഇനി ചേഞ്ച് ആവാം സൊസൈറ്റി എന്ന രീതിക്ക് പറയുന്നതാണ് സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. മേജർലി അതായത് നമുക്ക് പണ്ടത്തെ കാലം തൊട്ട് എടുത്ത് നോക്കിയാൽ, ഒരു 17th സെഞ്ച്വറി തൊട്ട് എടുത്ത് നോക്കിയാൽ രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഇവന്റ്സ് ആണ് മെയിൻലി ഈ ഒരു സോഷ്യൽ ചേഞ്ചിനെ ട്രിഗർ ചെയ്തേക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൊളോണൈസേഷൻ ആൻഡ് എൻലൈറ്റ്മെന്റ്, പിന്നെ അമേരിക്കൻ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനും. ഈ രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ രണ്ട് മേജർ ഇവന്റ്സ് ആണ് നമ്മുടെ സോഷ്യൽ എവല്യൂഷൻ ഇത്രത്തോളം ഇന്ന് കാണുന്നിടത്തോളം എത്താനായിട്ട് ട്രിഗർ ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ്. ആദ്യത്തെയാണ് കൊളോണൈസേഷൻ ആൻഡ് എൻലൈറ്റ്മെന്റ്. അതായത് നമ്മുടെ 17th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും മെർച്ചന്റ് ക്യാപിറ്റലിസം എമർജ് ചെയ്ത് തുടങ്ങി അല്ലേ. അതായത് നമ്മുടെ യൂറോപ്യൻസ് വന്ന് അവരുടെ ക്യാപിറ്റലിസം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങി. ആ ഒരു സമയമായപ്പോഴത്തേക്കും നോൺ വൈറ്റ്സ് യൂറോപ്യൻസ്, അതായത് നോൺ വൈറ്റ്സ് എന്നിട്ട് തന്നെ നമുക്കറിയാം അല്ലേ, നല്ല വൈറ്റ് അല്ലാതെ നോൺ വൈറ്റ് ആയിട്ട് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. നോൺ വൈറ്റ് ആയിട്ടുള്ള യൂറോപ്യൻസിനെ ഇവർ കോളനൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ജസ്റ്റ് ഒരു കഥ പോലെ അല്ലെങ്കിൽ ഇവന്റ് പോലെ ഇത് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവും. ഓക്കെ, അപ്പോൾ കോളനൈസ് ചെയ്ത് തുടങ്ങി. യൂറോപ്യൻസ് വന്ന് കോളനൈസ് ചെയ്ത് തുടങ്ങി. അവരുടെ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്ക് പല പല ലാൻഡ് ആവശ്യമായിട്ട് വന്നു. പലയിടത്തും അവർ ഇൻഡസ്ട്രീസ് തുടങ്ങാനും അവരുടെ ഗ്രോയിങ് പോപ്പുലേഷനെ അക്കോമഡേറ്റ് ചെയ്യാനും പല പല ലാൻഡ് ആവശ്യമായി വന്നപ്പോഴാണ് ഇവർ ഈ കോളനൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും വേൾഡിലെ പല സ്ഥലത്തും പല തരത്തിലുള്ള ആളുകൾ വന്നു തുടങ്ങി. പലതരത്തിലുള്ള ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ചിന്തിച്ചു തുടങ്ങി, അയ്യോ ഇതെന്താ അവർക്ക് വേറൊരു വേ ഓഫ് ലൈഫ് ഉള്ളത്, അല്ലെങ്കിൽ അവരെന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയർ പാറ്റേൺ എന്താ വേറെ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് നമുക്ക് എൻലൈറ്റ്മെന്റ് ഉണ്ടാവുന്നത് അല്ലേ. എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ലിബറൽ തിങ്കേഴ്സ് ആയിരിക്കും. അതായത് എൻലൈറ്റ്മെന്റ് വന്നപ്പോഴാണ് യൂണിവേഴ്സൽ ഹ്യൂമനിസം, അതായത് ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി, ഈ 3 കാര്യം വന്നു തുടങ്ങിയത്. ഈ കാര്യം വന്നപ്പോൾ കുറെ കൂടെ ആളുകൾ ഈ ഒരു സബോർഡിനേഷൻ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അല്ലേ. ഈ വൈറ്റ്സ് നോൺ വൈറ്റ്സിനെ സബോർഡിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആ ഒരു കൺസെപ്റ്റ് ഒക്കെ അന്നത്തെ കാലത്തുള്ള ലിബറൽ തിങ്കേഴ്സ് അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെ ക്ലാഷ് ഒക്കെ വന്നപ്പോഴാണ് ആദ്യത്തെ ഒരു സോഷ്യൽ എവല്യൂഷൻ ആ പണ്ട് നിന്നിരുന്ന ആ ഒരു രീതിയിൽ നിന്നും ചെറിയൊരു മാറ്റമൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ അമേരിക്കൻ റെവല്യൂഷൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഈ രണ്ട് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി എങ്ങനെ
പാസ്റ്റിൽ നിന്ന് പ്രസന്റിലോട്ട് ചേഞ്ച് ആയി എന്ന് പറയുന്ന ഒരുപാട് പൊളിറ്റിക്കൽ അപ്പീൽസ് നടന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ട് റവല്യൂഷൻ എന്ന് വെച്ചാൽ. നമ്മുടെ സോഷ്യോളജി സബ്ജക്റ്റിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഈ ഫ്രഞ്ച് റവല്യൂഷൻ ആണെന്ന് നമുക്കറിയാം അല്ലേ. ആ ഒരു റവല്യൂഷനിലൂടെയാണ് നമ്മളെ ഈ സോഷ്യോളജി എന്ന സബ്ജക്റ്റ് വരുന്നത്. ആദ്യം സോഷ്യൽ ഫിലോസഫി ആയി വന്നു, പിന്നെയാണ് അത് സോഷ്യോളജി എന്ന രീതിക്ക് വന്നത്. അതുപോലെ തന്നെ സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നതിനും ഈ അമേരിക്കൻ റവല്യൂഷൻ ആയിരുന്നാലും ഫ്രഞ്ച് റവല്യൂഷൻ ആയിരുന്നാലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അതായത് സൊസൈറ്റി ഇന്ന് ഉണ്ടായിരുന്ന രീതിക്കല്ല ആദ്യമേ ഉണ്ടായിരുന്നത്, അത് പാസ്റ്റിൽ നിന്ന് പ്രസന്റിലോട്ട് ചേഞ്ച് ചെയ്ത് വന്നതാണ് എന്നാണ് ആ ഒരു കാലത്തെ തിങ്കേഴ്സ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് മേജർ ഇവന്റ്സ് ആണ് മെയിൻലി എവല്യൂഷന് കാരണമായിട്ട് വരുന്നത്. പിന്നെ റെയ്മണ്ട് ആരോൺ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ 1848 to 1851 ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അപ്പീൽസ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതായത് റിപ്പബ്ലിക്കിന് ഫേവർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി വരുന്നതും പിന്നെ ഒരു അതോറിറ്റേറിയൻ റെജീം വരുന്നതും ഒക്കെ ഈ ഒരു ടൈമിലാണെന്നാണ്. ആ ഒരു എല്ലാം ഈ ഓരോ ഇവന്റ്സും നമ്മുടെ സോഷ്യൽ എവല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഈ ടൈമിലാണ് നമ്മുടെ കോംറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. കോംറ്റ് ഇല്ലാതെ ഒരു സോഷ്യോളജി നമുക്കില്ല. നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി ആണ് അഗസ്റ്റ് കോംറ്റ്, അല്ലെങ്കിൽ പലരും ഇതിനെ മിസ്പെല്ല് ചെയ്യാറുണ്ട്. ഓഗസ്റ്റ് കോംറ്റ്, AUGUST ആണ്, പക്ഷെ നമുക്ക് ഒരിക്കലും ഓഗസ്റ്റ് കോംറ്റ് എന്ന് പറയാൻ പറ്റില്ല, അഗസ്റ്റ് കോംറ്റ്. കോംറ്റിനെ ചിലർ കോംറ്റെ എന്ന് സ്പെല്ല് ചെയ്യാറുണ്ട്, അത് തെറ്റാണ്. ഓഗസ്റ്റ് കോംറ്റ് എന്നാണ്. നമ്മൾ അഗസ്റ്റേ കോംറ്റെ അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. നമ്മുടെ ഫാദറാണ്, നമ്മുടെ ഫാദറിനെ നമ്മൾ തന്നെ മിസ്പെല്ല് ചെയ്താൽ പിന്നെ അത് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഓഗസ്റ്റ് കോംറ്റ് ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ എവല്യൂഷൻ എന്നൊരു തിയറി കൊണ്ടുവരുവാണ് അല്ലെ. നമ്മൾ ആദ്യത്തെ ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ പോസിറ്റിവിസവും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് പല പല സ്റ്റേജസ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, തിയോളജിക്കൽ സ്റ്റേജ് അങ്ങനെ ഒരുപാട് സ്റ്റേജസ് വരുന്നുണ്ട്. ഇതിലെല്ലാം പറയുന്നത് എന്താണ്, ഒരു തരത്തിൽ സോഷ്യൽ എവല്യൂഷൻ തന്നെയല്ലേ. ജസ്റ്റ് തിങ്ക് ഇറ്റ്. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താ, ആ തിയോളജിക്കൽ സ്റ്റേജ്, ആദ്യത്തെ തിയോളജിക്കൽ സ്റ്റേജിന് അല്ലെങ്കിൽ ആ മിലിറ്ററി സൊസൈറ്റിയെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് സ്റ്റേജിലോട്ട് വന്നത് നമ്മുടെ ഈ സോഷ്യൽ എവല്യൂഷനിലൂടെയാണ്. ഇതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അഗസ്റ്റ് കോംറ്റ് 3 സ്റ്റേജസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് തിയോളജിക്കൽ, 2 മെറ്റാഫിസിക്കൽ, 3 പോസിറ്റീവ് സ്റ്റേജ്. പോസിറ്റീവ് സ്റ്റേജിന്റെ ഒരു അറ്റത്തോളമാണ് നമ്മളിപ്പോൾ ഏകദേശം നിൽക്കുന്നതെന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ. ആദ്യം നമുക്ക് തിയോളജി എന്താ നോക്കാം. തിയോളജി എന്ന് വെച്ചാൽ പ്യുവർലി ബേസ്ഡ് ഓൺ റിലീജിയൻ. അതായത് റിലീജിയനെ ബേസ് ചെയ്ത് ഇപ്പോൾ ഒരു മഴ പെയ്താൽ അത് ദൈവം അല്ലെങ്കിൽ ഗോഡ് അല്ലെ, ഗോഡസിന്റെ വരദാനമാണ്, അല്ലെങ്കിൽ ഒരു പൂ വിരിഞ്ഞാൽ അത് ഗോഡസിന്റെ വരദാനമാണ്. അങ്ങനെ റിലീജിയൻ എന്ത് സംഭവിച്ചാലും, എന്ത് ഇവന്റ് സംഭവിച്ചാലും അത് റിലീജിയൻ ആണ് അതിന് കാരണം എന്ന് പറയുന്നതാണ് ഈ തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് സോഷ്യൽ എവല്യൂഷൻ സംഭവിച്ച് ഒരു മെറ്റാഫിസിക്കൽ സ്റ്റേജിലോട്ടെത്തി. മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് വെച്ചാൽ നേച്ചറാണ് എല്ലാത്തിനും കാരണം. ഇപ്പോൾ ഒരു മഴ ഉണ്ടായി, അത് നേച്ചറിലെ കാരണമാണ്. കുറച്ച് തിങ്കിങ് കപ്പാസിറ്റി കൂടി വന്ന ഒരു സ്റ്റേജാണ് ആ ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ. എന്ത് സംഭവിച്ചാലും അതിന് നേച്ചറാണ് കാരണം. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇവോൾവ് ചെയ്താണ് ലാസ്റ്റ് പോസിറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിസം എന്നൊരു കൺസെപ്റ്റിൽ അദ്ദേഹം വന്നു നിന്നത് അല്ലേ. അതായത് സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഫാക്ച്വൽ ഒരു സംഭവം നടന്നാൽ അത് എക്സ്പെരിമെന്റ് ചെയ്ത് അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് ഫാക്ച്വൽ എവിഡൻസസ് കൊടുത്ത് പറയുന്ന സ്റ്റേജാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. അപ്പം ആ ഫസ്റ്റ് തിയോളജിക്കൽ സ്റ്റേജിൽ നിന്ന് ഈ പോസിറ്റീവ് സ്റ്റേജ് വരെയുള്ള സോഷ്യൽ എവല്യൂഷന്റെ ആ ഒരു കൺസെപ്റ്റാണ് ഈ പീരീഡിൽ അഗസ്റ്റ് കോംറ്റ് പുട്ട് ഫോർവേഡ് ചെയ്തത്. അതേപോലെ ഇതൊന്നും ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള സ്റ്റേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഗ്ലോബലി ഇത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കൂല. ഇപ്പം ഇന്ന് ഇന്ത്യയിൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഇവന്റ് നടന്നു വെച്ച് അത് വേറെ എവിടെയെങ്കിലും നടക്കണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ഗ്ലോബലി ഇത് യൂണിഫോം ആയിട്ട് നടക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതൊരു ഇന്നോവേറ്റീവ് സ്റ്റേജ് ആയിട്ടും പറയാനായിട്ട് പറ്റില്ല. അതേപോലെ അദ്ദേഹം സയൻസിന്റെ ട്രാൻസിഷനെ കുറിച്ചും ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് സയൻസ് അല്ലെ, ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിൽ നിന്ന് സിമ്പിളിലോട്ട് വരുന്ന ഒരു രീതിക്കുള്ള സയൻസിനെ കുറിച്ച് അഗസ്റ്റ് കോംറ്റ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് സയൻസ് എന്ന് പറയുന്ന തിയറിയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഈ ക്ലാസിഫിക്കേഷൻ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഫിസിക്സ് ആണെന്നും അതേപോലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്റ്റ് ബയോളജിയും സോഷ്യോളജിയും ആണെന്നാണ്. ഈ ഒരു ട്രാൻസിഷനും പറഞ്ഞത് ഈ ഒരു പീരീഡിലാണ്.
അതുപോലെ തന്നെ ഈ ഒരു തിയറിക്ക്, അതായത് എവല്യൂഷണറി പെർസ്പെക്റ്റീവ് എന്നൊരു തിയറിക്ക് ഒരുപാട് പേര് പലതരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് ഹെൻറി മെയിൻ, ടോണിസ്, ബെച്ചാവെ, മോർഗൻ, സ്പെൻസർ, ഡർക്കിം, ഇങ്ങനെ പല പല ആളുകളും. അതായത് ഇപ്പം ഹെൻറി മെയിനിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് പറയാം, സ്റ്റാറ്റസിൽ നിന്നും ഒരു കോൺട്രാക്ട് എന്ന രീതിക്ക് കൊണ്ടുവന്ന ഒരു എവല്യൂഷൻ പറഞ്ഞു തരാം. സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു കാസ്റ്റ്, നമ്മളൊരു കാസ്റ്റിൽ ജനിച്ച് വീഴുമ്പോൾ ആ കാസ്റ്റിന്റെ സ്റ്റാറ്റസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ആ സ്റ്റാറ്റസിൽ നിന്നും അത് മാറി നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചുള്ള ഒരു രീതിക്ക് മാറി. അപ്പൊ ആ സ്റ്റാറ്റസ് എന്ന രീതിയിൽ നിന്നും ആ കോൺട്രാക്ട് എന്ന് പറയുന്ന എവല്യൂഷനിലോട്ട് എത്തിയതിനെയാണ് നമ്മൾ ഹെൻറി മെയിൻ പറയുന്നത്. ജെമിനി ഷാഫ്റ്റും ജസൽ ഷാഫ്റ്റും, അതായത് ഒരു റൂറൽ അർബൻ എവല്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ ജെമിനി ഷാഫ്റ്റ്, ജെമൈൻ ഷാഫ്റ്റിൽ നിന്നും ഒരു കോംപ്ലക്സ് ജസൽ ഷാഫ്റ്റിലോട്ടുള്ള ഒരു എവല്യൂഷൻ ആണ് ടോണിസ് പറയുന്നത്. അതേപോലെ സ്പെൻസർ എന്ന് പറയുന്നത് ആദ്യം ഒരു ചീഫ്ഡം ഉണ്ടായി, അതിൽ നിന്നൊരു കോമ്പൗണ്ട് സൊസൈറ്റി ഉണ്ടായി, അതിൽ നിന്നൊരു സ്റ്റേറ്റ് ഉണ്ടായി, അതിൽ നിന്നൊരു മോഡേൺ സ്റ്റേറ്റ് ഉണ്ടായി. ആ പറയുന്ന എവല്യൂഷൻ ആണ് മെയിൻലി സ്പെൻസർ പറയുന്നത്. അതേപോലെ ദർക്കിം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയുന്നതാണ് മെക്കാനിക്കൽ സൊസൈറ്റിയും അല്ലെങ്കിൽ ഓർഗാനിക് സൊസൈറ്റി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണ്ടിങ്ങിന്റെ ലിങ്കേജിലൂടെ, നമ്മൾ പണ്ടത്തെ അഗ്രികൾച്ചർ സൊസൈറ്റി പോലെ ബോണ്ടിങ്ങിലൂടെ ലിങ്കേജിലൂടെ ഉണ്ടാകുന്ന സൊസൈറ്റിയാണ് നമ്മൾ മെക്കാനിക്കൽ എന്ന് പറയുന്നത്. പക്ഷെ അത് മാറി ഓർഗാനിക്കിലോട്ട് ഇവോൾവ് ചെയ്തപ്പോൾ അത് സ്പെഷ്യലൈസ്ഡ് സ്കിൽസിന്റെ ബേസിലാണ് ആ ഒരു സൊസൈറ്റി വരുന്നത്. അവിടെ വലിയ ബോണ്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, അവിടെ സ്കിൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു എവല്യൂഷൻ ആണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക്കിലൂടെ ദർക്കിം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓർഗാനിക് അനലോഗി എന്നൊരു പോർഷനാണ്. ഓർഗാനിക് അനലോഗി നമ്മൾക്കറിയാം, അത് സംതിങ് റിലേറ്റഡ് ടു ബയോളജിക്കൽ ഓർഗാനിസം. ബയോളജിക്കൽ ഓർഗാനിസം എന്ന് പറയുമ്പോൾ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രൊപ്പോണന്റ് ആരാണ്? നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ ആണ് അല്ലേ. സ്പെൻസർ ആണ് എപ്പോഴും ബയോളജിക്കൽ ഓർഗാനിസവുമായിട്ട് നമ്മുടെ സൊസൈറ്റിയെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലും ആ ഒരു വേർഡ് കേട്ടാൽ തന്നെ ഓർഗാനിക് അനലോഗി നമുക്കറിയാം, ബയോളജി റിലേറ്റഡ്, ഓക്കെ, അവിടെ സ്പെൻസർ ആണ് എന്നൊരു ആ ഒരു കണക്ഷൻ നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. ഇത് വന്നാൽ ഇയാളായിരിക്കും, അല്ലെങ്കിൽ ഫങ്ഷണലിസം വന്നാൽ ഇതായിരിക്കും എന്നൊരു കണക്ഷൻ നമ്മൾ എപ്പോഴും ലിങ്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഓർഗാനിക് അനലോഗി, അതേപോലെ ബയോളജിക്കൽ തിയറി ഓഫ് എവല്യൂഷൻ ആണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബയോളജിക്കൽ ഓർഗാനിസവുമായിട്ട് സൊസൈറ്റിയെ കമ്പയർ ചെയ്താണ് ഈ ഓർഗാനിക് അനലോഗി തിയറി വരുന്നത്. അതായത് നാച്ചുറൽ ലോസിനെ ബേസ് ചെയ്താണ് ഒരു ബയോളജിക്കൽ ഓർഗാനിസം വരുന്നത്. ഇപ്പൊ ഒരു എംബ്രിയോ ഗ്രോ ചെയ്തെന്നത് ഇറ്റ്സ് ഓൺ ലോ വെച്ചാണ് അല്ലേ. അതുപോലെ സൊസൈറ്റി അങ്ങനെയാണെന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്. പിന്നെ അത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്, അത് പിന്നത്തെ കാര്യം. പക്ഷെ ഇപ്പൊ ഓർത്ത് വെക്കുക, സ്പെൻസർ പറയുന്നത് ഒരു എംബ്രിയോ അതിൻ്റെതായ രീതിക്ക് വളർന്നു വരുന്നത് പോലെ തന്നെയാണ് ഒരു സൊസൈറ്റി വളർന്നു വരുന്നത്. ആ ഒരു എവല്യൂഷൻ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, യൂണിലീനിയൽ തിയറി. യൂണി എന്ന് വെച്ചാൽ ഒരു രീതിക്ക് ഒരു ലൈനിലൂടെ, യൂണിലീനിയൽ തിയറി. ആ ഒരു യൂണിലീനിയർ തിയറി ഓഫ് എവല്യൂഷൻ കൊണ്ടുവരുന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ്. അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഓർഗാനിസം ഒരു എംബ്രിയോ എങ്ങനെ ഇറ്റ്സ് ഓൺ രീതിയിൽ വളർന്നു വരുന്നു, അതേപോലെയാണ് സൊസൈറ്റി വളർന്നു വരുന്നത് എന്ന് പറയുന്നതാണ് യൂണിലീനിയർ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓൾസോ organic analogy also assumes that the present society were a derivative of the earlier one. In the process of evolution, they diversified and branched out through analogy. അതായത് നമ്മൾ പണ്ട് നടന്ന ഇവന്റ്സിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഓഫ് എവല്യൂഷനിൽ തന്നെയാണ്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് ന്യൂ മോഡേൺ സൊസൈറ്റി ഉണ്ടാവുന്നത്. ഒരു ട്രീ അനലോഗി, പണ്ടത്തെ കാര്യത്തിൽ നിന്ന് ഇങ്ങോട്ട് ഡിറൈവ് ചെയ്ത് വന്ന് അത് ഡൈവേഴ്സിഫൈ ചെയ്ത് അല്ലെങ്കിൽ അത് ബ്രാഞ്ച് ഔട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിനാണ് ട്രീ അനലോഗി എന്ന് പറയുന്നത്. ആ ഒരു വേർഡും കൊണ്ടുവന്നിരിക്കുന്ന സ്പെൻസർ ആണ്. അതേപോലെ ഇതിന്റെ സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ പാരഡി. അതും നമുക്കറിയാമായിരിക്കും, നമ്മൾ +1 +2 ബയോളജി എടുത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 10 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. നാച്ചുറൽ സെലക്ഷൻ തിയറി എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും. ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളവര് ആ ഒരു എവല്യൂഷൻ പ്രോസസ്സിൽ പ്രൊജനിയെ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും, ഫിറ്റ് അല്ലാത്തവര് അവരവിടെ കുഴഞ്ഞു വീണ് ആ ഒരു ഇത് എക്സ്റ്റിങ്ക്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു തിയറിയാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് നമുക്ക് പറയുന്നത്. പക്ഷേ ഇതിന്റെ ആ ഒരു സർവൈവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും
ആ ഒരു ഓർഗാനിസമായിട്ട് ചുറ്റിപ്പറ്റിയാണ് നമുക്ക് പറയാൻ പറ്റില്ല. പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ആ ഒരു സിംഗിൾ സ്പീഷ്യസിന്റെ സർവൈവൽ മാത്രം ആയിട്ട് നമുക്കൊരു അല്ലെങ്കിൽ ഫിറ്റസ്റ്റിനെ പറയാൻ പറ്റില്ല. പല പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും അവർക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫിറ്റസ്റ്റിന് അത് മുന്നോട്ട് വരാനായിട്ട് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് വരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് സൊസൈറ്റിക്ക് ഒരു ഒറ്റ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുകൊണ്ട് ഇവോൾവ് ചെയ്ത് വരാനായിട്ട് പറ്റില്ല. പല പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലൂടെയാണ് സൊസൈറ്റിയും ഇവോൾവ് ചെയ്ത് വരുന്നത്. അതേപോലെ സ്പെൻസർ പറയുന്നത് വെച്ചാൽ സർവൈവൽ ഈസ് മോർ റിലേഷണൽ ദാൻ ഇൻഡിവിജ്വൽ മാറ്റേഴ്സിനെക്കാളും ഏറ്റവും കൂടുതൽ സർവൈവൽ എന്ന് പറയുന്നത് റിലേഷണൽ ആണ്. അത് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് വരുന്ന കാണപ്പെടാം. അതേപോലെ തന്നെ ഇന്റേണൽ ഡിഫറൻസസും വേരിയേഷൻസും ഒക്കെ നമുക്ക് ബയോളജിക്കൽ സ്പീഷീസിൽ കാണാൻ പറ്റും. അതും സൊസൈറ്റിയെ പോലെ തന്നെയാണ്. സൊസൈറ്റിയിലും പല പല ഇന്റേണൽ ഡിഫറൻസസും വേരിയേഷൻസും നമുക്ക് കാണാനായിട്ട് പറ്റും. So that survival of fittest cannot be generalized over the entire community of both biological species and human society. പിന്നെ പറയുന്നുണ്ട് നമുക്ക് ഒരിക്കലും ഒരു ബയോളജിക്കൽ സ്പീഷീസിനെ ജനറലൈസ് ചെയ്യും പോലെ ഹ്യൂമൻ സൊസൈറ്റിയെ ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇതാണ് ഓർഗാനിക് അനലോഗി. ജസ്റ്റ് ആ ഒരു പോയിന്റ് ഔട്ട് മാത്രം ഞാൻ പറയാം. ആദ്യം സ്പെൻസർ പറഞ്ഞു ഓർഗാനിസം ഒരു ബയോളജിക്കൽ ഓർഗാനിസം വളർന്നു വരും പോലെ ഇറ്റ്സ് ഓൺ വേയിൽ ഒരു യൂണിലീനിയൽ വേയിൽ വളർന്നു വരും പോലെയാണ് സൊസൈറ്റി വളർന്നു വന്നതും പല പല കാര്യങ്ങളിൽ നിന്നും ഡിറൈവ് ചെയ്തുകൊണ്ട് ട്രീ അനലോഗി ആയിട്ടാണ് വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് നാച്ചുറൽ സെലക്ഷൻ പാരഡിം, അതേപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ മാറ്റർ അല്ല സർവൈവൽ എന്നും അതേപോലെ അത് റിലേഷണൽ ആണെന്നും മാത്രവുമല്ല ദ എൻറ്റയർ കമ്മ്യൂണിറ്റി, അതായത് ഈ ബയോളജിക്കൽ സ്പീഷ്യസിന്റെ എൻറ്റയർ കമ്മ്യൂണിറ്റിയെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂലെന്നും അതേപോലെ ഹ്യൂമൻ സൊസൈറ്റിയെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റൂലെന്നുമാണ് ഈ ഒരു ഓർഗാനിക് അനലോഗി എന്നൊരു ടോപ്പിക്കിനുള്ളിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് കൾച്ചറൽ എവല്യൂഷൻ. നമ്മളിപ്പം അനലോഗി ഒരു ഓർഗാനിസം എങ്ങനെ ഇവോൾവ് ചെയ്തു അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെയാണ് കൾച്ചറൽ എവല്യൂഷൻ. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കൾച്ചർ ആയിരുന്നാൽ പോലും പല സ്റ്റേജസ് മാറി മാറി വന്ന കൾച്ചറാണ് അല്ലേ. പക്ഷെ ആ കൾച്ചർ ഇന്ന് കാണുന്ന രീതിയിലല്ല തുടങ്ങിയത്. പല പല മാറ്റങ്ങൾ സംഭവിച്ചാണ് ഈ കൾച്ചറിന് ഇവിടെ എത്തിക്കുന്നത്. അപ്പൊ തിയറീസ് ഓഫ് കൾച്ചറൽ എവല്യൂഷൻ ആണ് ഇവിടെ പറയുന്നത്. നമ്മുടെ അഗസ്റ്റ് കോംറ്റും സ്പെൻസറും മോണ്ടസ്ക്യൂം ഒക്കെ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അതായത് 19th സെഞ്ച്വറിയിൽ എഡ്വേർഡ് ബി ടൈലർ, ഇ.ബി. ടൈലർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇ.ബി. ടൈലറാണ് ആന്ത്രപ്പോളജി എന്നൊരു സബ്ജക്റ്റ് ഫൗണ്ട് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ആദ്യം അതിലൂടെ കൾച്ചറിന്റെ ഫസ്റ്റ് ഡെഫിനിഷൻ കൊടുക്കുന്നതും അതേപോലെ കൾച്ചറൽ എവല്യൂഷനെ കുറിച്ച് പറയുന്നതും ഒക്കെ ഈ ഒരു 19th സെഞ്ച്വറിയിലാണ്. അതേപോലെ the same way as Comte had outlined the evolution of society. Comte എങ്ങനെ സൊസൈറ്റിയുടെ എവല്യൂഷൻ പറഞ്ഞു അതേ ഔട്ട്ലൈൻ തന്നെയാണ് ഏകദേശം ടൈലറും ഈ എവല്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. ടൈലർ പറയുന്നത് വെച്ചാൽ കൾച്ചർ ഈസ് കോമൺ ടു ഓൾ മാൻകൈൻഡ്. The problem was to explain the variation of culture across the globe. കൾച്ചർ എല്ലാ മാൻകൈൻഡും ഒരേപോലെ ആയിരിക്കും, പക്ഷേ ഇതിൽ വരുന്ന പ്രോബ്ലം എന്താ, ഈ കൾച്ചറിൽ വരുന്ന മാറ്റം അല്ലേ. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കായിരിക്കും ഓരോ കൾച്ചറും ഫോളോ ചെയ്യുന്നത്. സെയിം കൾച്ചർ ആയിരിക്കും, പക്ഷെ അത് ഫോളോ ചെയ്യുന്ന ആളുകൾ വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന രീതി വ്യത്യാസമായിരിക്കും. ഇതാണ് ഇവിടെ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് 19th സെഞ്ച്വറി ഏകദേശം തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ വെസ്റ്റേൺ വേൾഡിലൊക്കെ കൊളോണലൈസേഷൻ വന്നു തുടങ്ങി. ആ സമയത്താണ് ഈ കൾച്ചേഴ്സും സൊസൈറ്റിയും ഒക്കെ വേരിയസ് ആണോ, ഈ പല പല വേൾഡിലും പല പല രീതിക്കാണ് ഇത് ഈ കൾച്ചേഴ്സ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പം 18th സെഞ്ച്വറിയിൽ ജസ്റ്റ് എവല്യൂഷൻ ഓഫ് സൊസൈറ്റി ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. 19th സെഞ്ച്വറിയിൽ അത് ഈ ആന്ത്രപ്പോളജി വന്നപ്പോഴത്തേക്കാണ് ഈ ഗ്ലോബൽ കൾച്ചറിനെ കുറിച്ചും അതേപോലെ നോൺ വെസ്റ്റേൺ സൊസൈറ്റിയെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. അപ്പം അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ഇ.ബി. ടൈലറിന്റെ ഈ ഒരു ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ടൈലർ അതേപോലെ അദ്ദേഹത്തിന്റെ തിയറിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിലീനിയൽ എവല്യൂഷൻ അതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ ഒരു യൂണിലീനിയർ എവല്യൂഷൻ അല്ലെങ്കിൽ കൾച്ചറിന്റെ ഡെവലപ്മെന്റിൽ മെയിൻലി കുറച്ച് 3 മേജർ സ്റ്റേജസ് പറയുന്നുണ്ട്. കൾച്ചർ ഇവോൾവ് ചെയ്ത് വന്നത് 3 സ്റ്റേജസ് കാരണമാണ്. 3 സ്റ്റേജസ് എന്ന് പറയുന്നത് സാവേജറി, ബാർബറിസം, സിവിലൈസേഷൻ. സാവേജറി സ്റ്റേജ് നമുക്കറിയാല്ലേ, വാറിന്റെയും ക്രുവൽറ്റിയുടെയും ഒക്കെ ഒരു ടൈമാണ്. ആ സമയത്താണ് നമ്മുടെ അഗ്രികൾച്ചർ വരുന്നത്. അഡ്വെന്റ് ഓഫ് അഗ്രികൾച്ചർ വന്നപ്പോഴത്തേക്കും ആ ഒരു സ്റ്റേജ് ബാർബറിസം എന്നതിലൂടെ ആയി. അവിടെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്, പക്ഷെ ഒരു സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഉള്ള സൊസൈറ്റി ആയിരുന്നു ഈ ബാർബറിസം എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മുടെ ലിറ്ററസി വരുന്നത്. ലിറ്ററസി വന്നപ്പോൾ എന്താ, അത് സിവിലൈസേഷനിലോട്ട് മാറ്റി. സിവിലൈസേഷൻ നമുക്കറിയാം ഇന്റലക്ച്വൽ പീരീഡ് ആണല്ലേ, പല കൾച്ചറുകളും അഡോപ്റ്റ് ചെയ്യുന്ന പീരീഡാണ്. അപ്പൊ ഈ ഒരു 3 ഇവന്റ്സ് ആണ് മെയിൻലി അദ്ദേഹം യൂണിലീനിയർ എവല്യൂഷനിലെ തിയറിയിൽ ടൈലർ പറയുന്നത്. മാത്രമല്ല, ടു ഹിം കൾച്ചർ വാസ് എ പ്രോഡക്റ്റ് ഓഫ് എ ഹ്യൂമൻ മൈൻഡ് ആറ്റ് ഈസ് ഇവോൾവ്ഡ് അക്കോർഡിംഗ് ടു ഓൺ റേഷണാലിറ്റി. അതായത് കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ മൈൻഡിന്റെ ഒരു എവല്യൂഷൻ ആണെന്നും അത് ഇവോൾവ് ചെയ്ത് വരുന്നത് അതിൻ്റെതായ റാഷണാലിറ്റിയുടെ ആണെന്നാണ് പറയുന്നത്. അതേപോലെ ടൈലർ കൂടാതെ തന്നെ ലൂയിസ് ഹെൻറി മോർഗനെ കുറിച്ച് നമ്മൾ മോർഗൻ എന്നാണ് പറയുന്നത്, നമുക്ക് ഫുൾ നെയിം പറയേണ്ട ആവശ്യമില്ല. ലൂയിസ് ഹെൻറി മോർഗൻ, ഓക്കെ, അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹവും ഈ ഒരു എവല്യൂഷണറി തിയറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഈ നേറ്റീവ് അമേരിക്കയിൽ ഫീൽഡ് വർക്ക് ചെയ്തിട്ട് ഈ ഒരു കൾച്ചറൽ എവല്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മോർഗന്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഒരു ഒറിജിനൽ ഐഡിയ ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് അതിന്റെ ഇന്നർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന്റെ ലോജിക്കൽ സീക്വൻസ് യൂസ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത് എന്നാണ് മോർഗൻ മെയിൻലി പറയുന്നത്. അതേപോലെ അദ്ദേഹം ഈ ഒരു സോഷ്യൽ എവല്യൂഷന്റെ ഹിസ്റ്ററിയെ തന്നെ എത്തനിക്കൽ പീരീഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എത്തനിക്കൽ പീരീഡ് എന്ന് വെച്ചാൽ ഓരോ പർട്ടിക്കുലർ ഡെവലപ്മെന്റിനനുസരിച്ച് ഓരോ എത്തനിക്കൽ പീരീഡ്, അതായത് ലോവർ, മിഡിൽ, ഹയർ എന്ന രീതിക്ക് എത്തനിക്കൽ പീരീഡ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈലറും ഈ ഒരു രീതി, ആ ഒരു എത്തനിക്കൽ പീരീഡിനെയാണ് സാവേജറി, ബാർബറിസം അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ മോർഗൻ വന്നപ്പോഴത്തേക്കും അതിനെ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ലോവർ, മിഡിൽ, ഹയർ എന്ന ലെവൽസിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഓരോ ലെവലിലും അതിൻ്റെതായ സബ്സീക്വൻസും അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഈ ഇത്രയും പറഞ്ഞത് നമ്മളൊരു ക്ലാസിക്കൽ എവല്യൂഷൻ തിയറിയാണ് പറയുന്നത്. ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ഇതൊരു ലോജിക്കൽ ഗ്രൗണ്ടിലാണ് ഇത്രയും തിയറീസ് പറയുന്നത്. അതായത് ഒരു എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ചോദിച്ചാൽ അതിനൊരു ഫാക്ച്വൽ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് കഴിയില്ല. ജസ്റ്റ് ലോജിക് എന്ന രീതിക്കാണ് ഇത്രയും ഒരു ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റ് പറയുന്നത്. അപ്പം ഇതിന് കുറച്ച് പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട്, അതായത് ഈ ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റ് തിയറിക്ക് പോരായ്മകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വരുന്നതാണ് നിയോ എവല്യൂഷണറി തിയറീസ്. അതായത് ഈ ലോജിക് ഗ്രൗണ്ടിന് അല്ലെങ്കിൽ ഒരു ഇവന്റിന് അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ ലോജിക് ഗ്രൗണ്ടിലല്ല, ഫാക്ച്വൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് പറയാനെന്ന രീതിക്ക് വരുന്നതാണ് നിയോ എവല്യൂഷനിസ്റ്റ് തിയറി. അതായത് നമ്മുടെ 40s അല്ലെങ്കിൽ 60s ആയപ്പോഴത്തേക്ക്, അത് നമ്മളെ വേൾഡ് വാർ കഴിയുന്ന ആ ടൈമിലാണ് എവല്യൂഷൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ നിയോ എവല്യൂഷണറി തിയറീസ് വരുന്നത് പോലും. ജൂലിയൻ സ്റ്റിവാർഡ്, ലെസ്ലി വൈറ്റ്, മാർഷൽ സെഹൽസ് ആൻഡ് എൽമാൻ സർവീസ് ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ പ്രൊപ്പോണന്റ്. ഈ നിയോ എവല്യൂഷണറി തിയറീസിന്റെ പ്രൊപ്പോണന്റ് പറയുന്നത്. ഇവരെന്താ ചെയ്തത്, try to understand evolution as a inductive process. ഒരു ഇൻഡക്റ്റീവ് പ്രോസസ് ആയിട്ട് എവല്യൂഷനെ കൺസിഡർ ചെയ്യും. ഇതൊരു ഡിഡക്റ്റീവ് അല്ല, ഇൻഡക്റ്റീവ് ആണെന്ന രീതിക്ക് പറയുന്നതാണ് നിയോ എവല്യൂഷണറി തിയറീസ് എന്ന് പറയുന്നത്. അതേപോലെ എൻവയോൺമെന്റിനെയും ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ ഇൻഫോർമേഷൻ്റെ ഒരു ഡേറ്റയുടെ ബേസിൽ ഈ എൻവയോൺമെന്റിനെയും അതേപോലെ ഹിസ്റ്റോറിക്കൽ കണ്ടക്റ്റിനെയൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നിയോ എവല്യൂഷണറി തിയറി വരുന്നത്. ജൂലിയൻ സ്റ്റിവാർഡ്, നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ ഒരു പ്രൊപ്പോണന്റ് ആണ് ജൂലിയൻ സ്റ്റിവാർഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ തിയറി ഓഫ് കൾച്ചറൽ ചേഞ്ച്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. കൾച്ചറൽ ഇക്കോളജി എന്ന് നമ്മൾക്ക് ഈ തിയറിയെ പറയാറുണ്ട്. ഇതിൽ മെയിനായിട്ട് ഈ എൻവയോൺമെന്റും ടെക്നോ ഇക്കണോമിക്കൽ സിസ്റ്റവും തമ്മിലുള്ള ഒരു ഡയലക്റ്റിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു കൾച്ചറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ഇക്കോളജി എന്ന് പറയുന്ന ഒരു തിയറിയിൽ ജൂലിയൻ സ്റ്റിവാർഡ് പറയുന്നത്. അതായത് ഈ ഒരു ടെക്നോ ഇക്കണോമിക് സിസ്റ്റം എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യും, ഒരു പുതിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എൻവയോൺമെന്റ്, അത് വീണ്ടും ഇന്ററാക്ട് ചെയ്യും, അവസാനം അത്
ഫുൾ സ്പ്രെഡ് ആവും, ഒരു ലോങ് ടൈമിലേക്ക്, ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് സ്പ്രെഡ് ആവും എന്ന് പറയുന്നതാണ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ സിസ്റ്റം എന്നാണ് ഈ ഒരു തിയറിക്കകത്ത് മെയിൻലി ഈ ജുവാലിൻ സ്റ്റിവാർഡ് പറയുന്നത്. അടുത്തത് ലെസ്ലെ വൈറ്റ്. ലെസ്ലെ വൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇ.ബി. ടൈലറിന്റെ ഒരു ഫോളോവർ ആണ്. യൂണിലീനിയർ എവല്യൂഷൻ തന്നെയാണ് ഇദ്ദേഹം ഫോളോ ചെയ്ത് വന്നേക്കുന്നത്. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ, നമ്മൾ ഈ ആരാ പറഞ്ഞ ടൈലർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അഗ്രികൾച്ചർ തുടങ്ങിയപ്പോഴാണ് എവല്യൂഷൻ വന്നത്. ആ സാവേജറിൽ നിന്ന് ബാർബറിസം വരുന്നത് അഗ്രികൾച്ചറിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് ടൈലറിന്റെ ആണ്. ഓക്കെ, അത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്, അഗ്രികൾച്ചറിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷെ ഈ സിവിലൈസേഷനിലോട്ട് എത്തുന്നതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി, അതായത് സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തം. സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തത്തിലൂടെയും അതിന്റെ എനർജി യൂട്ടിലൈസേഷനിലൂടെ ആണ് സിവിലൈസേഷനിലോട്ട് എത്തിയത് എന്നാണ് ലെസ്ലെ വൈറ്റ് പറയുന്നത്. ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞത് ഒരു അബ്സ്ട്രാക്ട് ഫാക്ടർ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല, മറിച്ച് ഒരു മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ ഒരു യൂട്ടിലൈസേഷൻ ഓഫ് എനർജി ആണെന്നാണ് പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ ടെക്നോളജി യൂസ് ചെയ്ത്, ആസ് ഹ്യൂമൻ ടെക്നോളജി ഈസ് ഏബിൾ ടു ഹാർനസ് മോർ ആൻഡ് മോർ എനർജി, ഇറ്റ് ഗ്രോസ് ആൻഡ് പ്രോഗ്രസ്. ഹ്യൂമൻ ടെക്നോളജി യൂസ് ചെയ്ത് ഒരു എനർജി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടായി തുടങ്ങും, അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും, അവിടെ സിവിലൈസേഷൻ ഉണ്ടാവും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് ഒരു സിമ്പിൾ ഇക്വേഷൻ ഒക്കെ ഉണ്ട്, E into T is equal to C. E നമുക്കറിയാം എനർജി, T ടെക്നോളജി, C കൾച്ചർ. അപ്പം എന്താ പറയാ, എനർജിയും ടെക്നോളജിയും കൂടി ചേരുമ്പോൾ കൾച്ചർ ഉണ്ടാവും. ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ തന്നെ ഇദ്ദേഹത്തിന്റെ തിയറി നമുക്ക് നന്നായിട്ട് ഓർമ്മ വരും. അതേപോലെ അടുത്ത് വരുന്നതാണ് മാർഷൽ സഹിൽസ്. മാർഷൽ സഹിൽസ് എന്ന് പറഞ്ഞാൽ ഈ ലെസ്ലെ വൈറ്റിന്റെ ഒരു ക്രിട്ടിക് ആയിട്ടാണ് വരുന്നത് അല്ലെ. അതായത് ലെസ്ലെ വൈറ്റ് പറഞ്ഞു നമ്മൾ ഹ്യൂമൻ പ്രോഗ്രസ് ഉണ്ടാവുന്നത് ഈ യൂട്ടിലൈസേഷൻ ഓഫ് എനർജി യൂസ് ചെയ്തൊക്കെയാണെന്ന്. പക്ഷെ ഒരിക്കലും ഒരു ഹ്യൂമൻ പ്രോഗ്രസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് ഓഫ് ടെക്നോളജിയെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മാർഷൽ സഹിൽസ് പറയുന്നത്. Equate human progress with growth of technology was a fallacy, as a technology is a tool and has both positive and നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അതൊരു ഫാലസി ആണ്. അതേപോലെ തന്നെ ടെക്നോളജി എന്ന് പറയുന്നത് ടൂളാണ്, അതിന് പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. അതുകൊണ്ട് ഒരു ഹ്യൂമൻ പ്രോഗ്രസും ഒരു ടെക്നോളജി ഗ്രോത്തും കൂടെ ഇക്വേറ്റ് ചെയ്യുന്ന ഒരു ഫാലസി ആണെന്നാണ് മാർഷൽ സഹിൽസ് പറയുന്നത്. അടുത്ത സഹിൽസ് ആൻഡ് എൽമാൻ സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ലാസ്റ്റ് പ്രൊപ്പോണന്റ് ആണ്. ഇദ്ദേഹം ഒരു ഡ്യുവൽ സ്കീം ഓഫ് എവല്യൂഷൻ ആണ് പ്രൊപ്പോസ് ചെയ്തത്. അതായത് ഹ്യൂമൻ സൊസൈറ്റി സിമ്പിളിൽ നിന്ന് കോംപ്ലക്സ് സ്റ്റേറ്റിലോട്ട് ഇവോൾവ് ചെയ്ത് വന്നത് ഒക്കെ ഓഫ് കോഴ്സ് നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതുകൊണ്ടാണ് അല്ലേ. അതേപോലെ ഓർഗനൈസേഷണൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് വന്നതുകൊണ്ടും ആണ്. Without assuming that any of the transformation accompanied by any value judgment such as progress or betterment of human life. ഈ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും വാല്യൂ ജഡ്ജ്മെന്റിലൂടെയും അതായത് നമ്മുടെ പ്രോഗ്രസ്സിലൂടെയും ബെറ്റർമെന്റിലൂടെയും ഒക്കെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഡ്യുവൽ സ്കീം ഉണ്ടെന്നല്ലേ. ഡ്യുവൽ എന്ന് വെച്ചാൽ രണ്ട്, നമുക്കറിയാലോ. ആ ഡ്യുവൽ സ്കീം വരുന്നത് ജനറൽ ആൻഡ് സ്പെസിഫിക് എവല്യൂഷൻ ആണ്. അതായത് ഇദ്ദേഹം, അതായത് ഈ സഹിൽസ് ആൻഡ് എൽമാൻ സർവീസ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി ട്രീ പോലെയാണ് ഈ ഒരു തിയറി ഡിസ്ക്രൈബ് ചെയ്തു പോകുന്നത്. അതായത് ഈ പറഞ്ഞ ജനറൽ ആൻഡ് സ്പെസിഫിക് എവല്യൂഷന് ഒരു ട്രീ എന്ന രീതിക്ക് സങ്കല്പിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ആ ട്രീയുടെ മെയിൻ ട്രങ്ക്, ആ ഒരു തടി എന്ന് പറയുന്നത് ജനറൽ എവല്യൂഷനും, അതായത് പല സ്ഥലങ്ങളിലേക്ക് അപ്വേർഡായിട്ടും ഔട്ട്വേർഡായിട്ടും ഒക്കെ വളർന്നു പോകുന്ന, പക്ഷെ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും ആ വളർന്നു പോകുന്നതാണ് ജനറൽ എവല്യൂഷൻ എന്നും. അതേപോലെ സ്പെസിഫിക് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിലുണ്ടാവുന്ന ഇൻഡിവിജ്വൽസിന്റെ അഡാപ്റ്റേഷനെയാണ് സ്പെസിഫിക് ആയിട്ടുള്ള എവല്യൂഷൻ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ അഗ്രികൾച്ചർ വന്നു. അഗ്രികൾച്ചർ ഒരു ഗ്ലോബൽ ഇവന്റ് ആണ് അല്ലേ, അത് ഒരു ജനറൽ എവല്യൂഷൻ ആയിട്ടും. അതേപോലെ സ്പെസിഫിക് എന്ന് വെച്ചാൽ അല്ലെ എക്കിമോസ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ആളുണ്ട്, അവർ ആ എൻവയോൺമെന്റിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോയി എന്ന് പറയുന്നത് സ്പെസിഫിക് എവല്യൂഷനും ആണ്. അപ്പം ഈ സ്പെസിഫിക് എവല്യൂഷൻ എപ്പോഴും അഡാപ്റ്റേഷനുമായിട്ട് ലിങ്ക് ചെയ്താണ് വരുന്നത്. അതായത് എബിലിറ്റി ഓഫ് എ കൾച്ചർ ടു സർവൈവ് ആൻഡ് കണ്ടിന്യൂ, ഇതാണ് മെയിൻലി സ്പെസിഫിക് എവല്യൂഷൻ. ഒരു കൾച്ചർ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, അതെങ്ങനെ കണ്ടിന്യൂ ആയി പോകുന്നു ഉള്ളതാണ് സ്പെസിഫിക് എവല്യൂഷനിൽ പറയുന്നത്. എന്നാൽ ജനറൽ എവല്യൂഷനിൽ പറയുന്നത് അഡാപ്റ്റബിലിറ്റി, മറ്റേതിൽ അഡാപ്റ്റേഷൻ, ഇതിൽ അഡാപ്റ്റബിലിറ്റി. അത് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത്. സ്പെസിഫിക് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷനും ജനറൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്
എബിലിറ്റി ഓഫ് എ കൾച്ചർ ടു എക്സ്പാൻഡ് ടു അഡോപ്റ്റ് ബിയോണ്ട് ഇറ്റ്സ് ബൗണ്ടറി ടു സിറ്റുവേഷൻ അതർ ദാൻ ഇറ്റ്സ് ഓൺ. അതായത് ഒരു കൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നത് പല പല ബൗണ്ടറീസ് കടന്നുകൊണ്ട് ഒരു കൾച്ചർ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡാപ്റ്റബിലിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അഡാപ്റ്റബിലിറ്റി ആണ് പിന്നെ ഈ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ടൊക്കെ പോകുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻലി ഈ ഒരു നിയോ എവല്യൂഷണറി തിയറിയിൽ പറയാനുള്ളത്. പിന്നെ ഒരു പാഴ്സൺ ആൻഡ് ലെൻസ്കി എന്ന് പറയുന്ന രണ്ട് സോഷ്യോളജിസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ 20th സെഞ്ചുറിയിൽ ലേറ്റ് 20th സെഞ്ചുറിയിൽ വന്നതാണ്. ഇവരും ഈ എവല്യൂഷനെ കുറിച്ച് ചെറിയ രീതിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ക്ലാസിക്കൽ എവല്യൂഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, അതായത് അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ നിയോ എവല്യൂഷൻ വന്നേക്കുന്നത്. ആ ക്ലാസിക്കൽ എവല്യൂഷന്റെ പാരലലായിട്ട് പോകുന്നതാണ് ഈ പാഴ്സന്റെയും ലെൻസ്കിയുടെയും ഇതെന്ന് പറയുന്നത്. അതായത് പാഴ്സൺ എവല്യൂഷൻ ഓഫ് വെസ്റ്റേൺ സൊസൈറ്റിയെ മാത്രമാണ് പഠിച്ചത്. അദ്ദേഹം he gave a stage by stage evolutionary theory similar to that സ്പെൻസറിനെ പോലെ തന്നെ ഒരു സ്റ്റേജ് എവല്യൂഷണറി തിയറിയാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. ആൻഡ് സൊസൈറ്റിയുടെ നേച്ചറിലാണ് ഇയാൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ലെൻസ്കി മെയിൻലി ബേസ് ചെയ്തിരുന്നത് സബ്സിസ്റ്റൻസ് പാറ്റേണിലാണ്. അതായത് ഒരു മെറ്റീരിയലിസ്റ്റിക് ലൈൻ ഫോളോ ചെയ്യുകയും ഒരു സബ്സിസ്റ്റൻസ് പാറ്റേൺ പറയുകയൊക്കെ ചെയ്യുന്നതാണ് ലെൻസ്കി. അത് ജസ്റ്റ് ആ ഒരു വായിച്ചു പോയത് പാഴ്സണും ലെൻസ്കിയും കൂടുതൽ റെഫറൻസ് ചെയ്യണം ആ ഒരു ഇത്. കാരണം അവരുടെ ആ തിയറി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അതിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും അത് റെഫർ ചെയ്ത് വെക്കണം. ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഞാനത് പറഞ്ഞത്. അപ്പം ഇത്രയാണ് ഏകദേശം യൂണിറ്റ് 1 കവർ ചെയ്യുന്നത്. എവല്യൂഷണറി തിയറിയിൽ ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്ട്രാ റീഡിങ്സ് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്ക് ചിലപ്പോൾ നോട്ട്സ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലയിടത്ത് വെച്ച് നമ്മൾ സ്റ്റക്കായി പോകും. ആ സ്റ്റക്കായി പോകുന്ന സ്ഥലത്ത് നമ്മളെ സഹായിക്കുന്നത് നമ്മൾ ഫർദർ റീഡിങ്സ് ആയിരിക്കും വായിച്ചത്. അപ്പം നമുക്ക് ഒരുപാട് എഴുതാൻ എസ്സേ ഒക്കെ എഴുതാനായിട്ട് ഫർദർ റീഡിങ്സ് അത്യാവശ്യമാണ്. മാക്സിമം ഫർദർ റീഡിങ്സ് വായിക്കാനായിട്ട് ശ്രദ്ധിക്കും. താങ്ക് യു.